ചെറിയ നോക്ക് നോക്ക് അതായത് ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ, പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് ആയിട്ടില്ല. ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനിൽ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ ഒരു പാട്ടിനകത്ത്, അത് ഏത് പാട്ടാണ്, ലിപ് ലോക്ക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ഹായ് ഗൈസ്, ഐ ആം ബിജു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രേണു സുധി ഇവർ ഏത് തരത്തിലുള്ള സ്ത്രീയാ? ഇവരൊരു സ്ത്രീയാണോ? എന്റെ വായിൽ പല വാക്കുകളാണ് വരുന്നത്. അത് പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതല്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മാത്രം ഞാൻ അതിനെപ്പറ്റി വലുതായിട്ട് സംസാരിക്കുന്നില്ല. ഇവർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിടം തൊട്ട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വീഡിയോസും കാര്യങ്ങൾക്കും ഇവർ കൊടുക്കുന്ന ഒരു പ്രൊമോഷൻ ഉണ്ടല്ലോ, അത് തികഞ്ഞ നെഗറ്റീവ് പ്രൊമോഷൻ തന്നെയാണ്. ഈ വീഡിയോ കാണുന്നവർക്കും ഇവരെ കുറിച്ച് അറിയാവുന്നവർക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. ഒരു 1 മില്യൺ 2 മില്യൺ ഒക്കെ വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ആ വ്യൂസ് ഏത് തരത്തിലുള്ള വ്യൂസ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ കമന്റ് ബോക്സിന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ എരുമയുടെയും പോത്തിന്റെയൊക്കെ തൊലിയെക്കാട്ടിലും കട്ടിയുള്ള തൊലിയുള്ളവർക്ക് ഇതൊക്കെ ഇനി കണ്ടിന്യൂ ചെയ്ത് പോവാം. അങ്ങനെ ഇപ്പൊ ഈ തൊലിക്കെട്ടി കൂടുതലുള്ള മിസ്റ്റർ ഫ്രോഡ് അലൻ ജോസ് പെരേരയും കൂടെ ചേർന്നിട്ടേ പുതിയൊരു ലിപ് ലോക്ക് രംഗം, ചുണ്ടുകൾ തമ്മിൽ തട്ടിക്കുന്നതല്ലേ ലിപ് ലോക്ക് എന്ന്, അങ്ങനെ ഒരു രംഗമായിട്ടായിരിക്കും ഇപ്പൊ പുതിയൊരു അവതരണമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ സൂചിച്ചേട്ടനെ പച്ചക്കിരുന്നങ്ങ് വിൽക്കുന്നത് വിത്ത് പ്രൂഫ് കുറെ വീഡിയോസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവർ ആരൊക്കെ പറ്റിച്ചോണ്ടിരിക്കുന്നത്? ഇവർ കാണുന്ന പ്രേക്ഷകരെ പറ്റിച്ചോണ്ടിരിക്കുവാണോ? ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമല്ലോ അവരെ പറ്റിച്ചോണ്ടിരിക്കുവാണോ? പോട്ടെ, സൂചിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ പറ്റിച്ചോണ്ടിരിക്കണോ? അതും പോട്ടെ, കിച്ചു എന്ന് പറയുന്ന ഇവരെ മൂത്ത മോനെന്ന് അവകാശപ്പെടുന്ന അവനെ ഇവർ പറ്റിച്ചോണ്ടിരിക്കുമല്ലേ? ഒരു ഉത്തമമായിട്ട് മോനെ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയാണ് എന്നുണ്ടെങ്കിൽ അവൻ ഇത്ര നെഗറ്റിവിറ്റി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം വരുത്താനായിട്ട് അവർ ശ്രമിക്കത്തില്ലേ? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? അവരവരെ കരിയർ നോക്കിയല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ സ്നേഹവും മാങ്ങാത്തൊലി മണ്ണാങ്കട്ടയൊന്നും അല്ല ഉള്ളത്. അവർക്ക് അവരുടേതായ ജീവിതം തൊലിച്ച് നേരെ അങ്ങ് മുന്നോട്ട് കയറിപ്പോൾ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ചെറുക്കൻ ഫേസ് ചെയ്യുന്ന പല പല കമന്റുകൾക്ക് ഒരു അറുതി വരണമെന്നുണ്ടെങ്കിൽ ഇവരൊരു നേരെ പോയി മുന്നോട്ട് പോയി അവരവരുടെ പ്രൊഫഷൻ ചെയ്തോട്ടെ, ഈ രീതിയിൽ തന്നെ ചെയ്തോട്ടെ. വീണ്ടും ഇതുപോലുള്ള കിസ്സിങ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുള്ള നെഗറ്റീവ് പ്രൊമോഷൻസ് കൊടുത്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് അതിന്റെ ഇമ്പാക്ട് കിട്ടുന്നത് ആ ഒരു വ്യക്തിയും കൂടെ അറിഞ്ഞോ അറിയാതെയോ അവന്റെ തലയിലും കൂടെ ആ സാധനം ചെല്ലുന്നത്. അത് അവനോ അറിഞ്ഞോ അറിയാതെ അവന്റെ ആയിപ്പോയൊരു സാധനം കൂടെ. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവനും കൂടെ ഇത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കാണുമ്പോഴത്തേനും നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എനിവേ നമുക്ക് ആ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ലിപ് ലോക്ക് സീൻ അലൻ ജോസ് പെരേരയായിട്ട് അത് ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറെ സംഭവങ്ങൾ നമുക്കത് കാണാം. അയ്യോ, ആ മുടിയെ കെട്ടിയുള്ളൂ അഭിനയം നോക്കെ അണ്ണ സൂപ്പർ എണ്ണ. ഓസ്കാറിന് ഇത്തവണ വിടുന്നുണ്ട് കേട്ടോ. ഇത്തവണ അണ്ണന്റെ തന്നെ പേര് വിടുന്നത്. ആ മുടിയൊന്ന് അഴിച്ചിട്ട് നോക്കട്ടെ. അല്ല ഞാൻ ചോദിച്ചത് ലിപ് ലോക്കിന് സീന് നീ സ്ക്രിപ്റ്റിൽ പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ? ഇവര് പൊട്ടന്മാരാ. എന്താ പറഞ്ഞാലും ആ വളർന്ന് കിളി കിളി കിളിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അലൻ ജോസിന്റെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെ നടന്ന് അഭിനയിക്കില്ലേ? ആ മാങ്ങാത്തൊലി ഇതെല്ലാം കണ്ട് ചിരിക്കുന്നതേ ഉള്ളൂ. അത് വേറൊരു കാര്യം. അത്രയും പേര് പറഞ്ഞിട്ടോ ധൈര്യത്തോടെ വീഡിയോ എടുത്ത ചേച്ചിയുടെ ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ. ഐ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. അലൻ ജോസിന് എന്ത് പ്രശ്നം? ഒരു ലിപ് ലോക്ക് കിട്ടിയ അവൻ എന്ത് പ്രശ്നം? അവനാണ് ഓടി നടക്കുമായിരിക്കും ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പൊ അവിടെ ഒരെണ്ണം കിട്ടുന്നേ കിട്ടട്ടെ. നമുക്ക് ലിപ് ലോക്ക് തേക്കുന്നടിയിൽ നിന്നും കിട്ടും, പത്തലിയിൽ നിന്നും കിട്ടും, എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ സ്ക്രിപ്റ്റിൽ പറയാത്ത കാര്യം നമുക്ക് പറ്റില്ല. ഒരു വള്ളയിട്ടന്നില്ലേ? ഒരു വള്ളയിലായിരുന്നോ?
മിനിറ്റ് നിങ്ങൾ എനിക്ക് അഗ്രിമെന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല ഇതില്ല. അതുപോലെ ഒരു ഇത്ര ആളുകൾ വന്നിട്ട് ഒരു ഡയറക്ടറിന്റെ കടമയാണ് എന്തൊക്കെ സീനുണ്ട് എന്തൊക്കെ വരും എന്ന് പറയേണ്ടത്. പറ്റില്ലല്ലോ. അവന് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നായകനോടാ ചോദിക്കുന്നത് നിനക്ക് ലിപ് ലോക്ക് വേണോ വേണ്ടേ? ഇപ്പൊ അവന്റെ ആവശ്യത്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സിനിമയൊക്കെ അങ്ങനെയാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ഫിലിമൊക്കെ നായകന്റെ ഇഷ്ടത്തിനാണോ? നായകൻ ഇപ്പൊ പറയുന്നത് എനിക്ക് ലിപ് ലോക്ക് വേണം, എന്നാൽ ലിപ് ലോക്ക് തരാം. അപ്പോൾ അവിടെ ഡയറക്ടർക്കൊന്നും വേറൊരു വാല്യൂ ഇല്ലേ? നായകൻ ഇപ്പൊ ലിപ് ലോക്ക് ചോദിച്ച് ലിപ് ലോക്ക് കൊടുക്കുന്നു. ഈ നായകൻ നാളെ കളി ചോദിച്ചാൽ ഞങ്ങൾ കളി കൊടുക്കുമോ? എനിക്കറിയത്തില്ല. അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ എടുക്കുന്ന ഷോർട്ട് ഫിലിം അങ്ങനെ ആയിരിക്കില്ലേ? നിങ്ങൾ ഓരോ കോസ്റ്റാർസിന്റെ പെണ്ണുങ്ങളെയൊക്കെ സെലക്ട് ചെയ്യുന്ന അങ്ങനെയുള്ളതായിരിക്കില്ല. അതായിരിക്കും. അവൻ എന്താ കുഴപ്പം? ആട്ടും കാട്ടം കെട്ടിയത് അവലൂസ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിക്കുന്നവന് അവൻ എന്ത് കുഴപ്പം? എന്ത് ചെയ്യണോ? നല്ല പ്രാങ്കായിരുന്നു കേട്ടോ. തുടക്കം മുതൽ നമുക്ക് മനസ്സിലായി. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന, നല്ല ഗംഭീരമായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവരാണല്ലോ അഭിനയിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് പല എണ്ണം ക്യാമറയായിട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ പ്രാങ്കായി ചെയ്തെന്ന്. പക്ഷെ അവസാനമല്ല നമുക്കിത് മനസ്സിലായത്. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെറിയാക്കിയുള്ള കാരണം എന്താണെന്നറിയോ? ഇവരായിട്ട് തന്നെ നെഗറ്റിവിറ്റി കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ചെറുക്കൻ, മൂത്ത ചെറുക്കൻ, ഇങ്ങനെയുള്ള കുറെ കൺസേൺ ഒക്കെ ഉണ്ടല്ലോ, അവനൊക്കെ വീണ്ടും വീണ്ടും ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോഴത്തേന് പേര് ദോഷവും ഓരോ ചീത്ത പേരുകളും കേൾപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് വീണ്ടും അവരുടെ ഭാഗമായിട്ടൊരു മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവരിതിന് കൊടുക്കുന്നൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, അതുകൊണ്ട് കണ്ടു. ആ എക്സ്പ്ലനേഷൻ ആണ് ഇതിന് സൂപ്പർ സാധനം. എനിക്ക് ഉമ്മയോടെ താല്പര്യമില്ല. പിന്നെ അങ്ങനെ അല്ല, അങ്ങനെ ഒരു സീൻ വന്നു കഴിഞ്ഞാൽ ചേച്ചി ചെയ്യും? ഇല്ല, ലിപ് ലോക്ക് ചെയ്യില്ല. ജസ്റ്റ് ഒരു ഉമ്മ, അതായത് ഇപ്പൊ ചുണ്ട് ജസ്റ്റ് ഇങ്ങനെ മുട്ടിക്കേണ്ട ഒരു സീൻ വന്നാൽ ഓക്കെ. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് ആയിട്ടില്ല. ഇനിയിപ്പോ മുന്നോട്ട് എന്തെങ്കിലും ഒരു സീനിൽ നായകന്റെ ചുണ്ട് ജസ്റ്റ് ഒരു സിനിമയിലുണ്ടല്ലോ, ഒരു പാട്ടിനകത്ത്, ഏത് പാട്ട്, തീവണ്ടിയിലുണ്ട്, ലിപ് ലോക്ക്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇങ്ങനെ ഒരു ലിപ്പ് തമ്മി മുട്ടിയില്ല എന്നുള്ളൊരു സീനില്ലേ, ജസ്റ്റ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഓക്കെയാണ്. പക്ഷെ ലിപ് ലോക്ക് ഡീപ്പ് അതൊന്നും നമ്മൾ ചെയ്യില്ല. അയ്യോ, അത് പാവം. അത് ഭയങ്കര ആത്മാർത്ഥതയുള്ളൊരു ഉത്തരവാദിത്തം. നമുക്ക് ചുണ്ടിങ്ങനെ തട്ടിക്കാൻ എന്ത് കുഴപ്പമൊന്നുമില്ല. ലോക്കാവരുത്. അതായത് മേളിലത്തതും ഈ മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മേളിലത്തതും മറ്റേ ആളുടെ മേളത്തിന്റെ ഇടയിലോട്ട് അങ്ങനെ കയറില്ല. അത് പറ്റത്തില്ല. അല്ലാതെ നമുക്ക് അല്ലേ ഇത്ര ആക്കി വിടാം. അതൊന്നും എനിക്ക് സംബന്ധിച്ച് വിഷയമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇനി അത് ചെയ്യുമെന്ന് ചേച്ചി പറയാതെ പറയുന്നുണ്ട്. ഇപ്പൊ രേണു സുധി എന്ന് പറഞ്ഞൊരു പേര് മാറ്റുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അത് ഞാൻ ഇപ്പം വേറൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഞാൻ മാറ്റും, സ്തുതി മാറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്നിട്ട് പുള്ളിക്കാരി പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ പുള്ളി എന്ന് പറയുന്ന വ്യക്തിയെ, അതായത് സുധിച്ചേട്ടനെ ഒന്ന് വിൽക്കുന്ന പരിപാടി, അതായത് പബ്ലിക്കായിട്ട് വന്നിരുന്ന ഒരു ഇന്റർവ്യൂവിലും വിൽക്കുക, അതും കൂടെ നോക്കും. ഇപ്പോഴും ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, സുധിയെ വിറ്റ്, അതായത് താങ്കളുടെ മരിച്ചുപോയ ഭർത്താവിനെ ഒരു മാർക്കറ്റിംഗ് ഒരു ലേബൽ ആക്കിക്കൊണ്ട് താങ്കൾ അത് വല്ല അറിഞ്ഞോ അറിയാതെ താങ്കൾ ഉപയോഗിക്കുന്നില്ലേ? ഇല്ല, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാശ് ഇങ്ങോട്ട് കിട്ടണം. നമ്മളൊരു സാധനം പ്രോഡക്റ്റ് വിറ്റെങ്കിൽ അതിന്റെ കാശ് ഇങ്ങോട്ട് കിട്ടണം. എന്റെ അക്കൗണ്ടിൽ എനിക്ക് അങ്ങനെ സുധിച്ചാണ്ട വിറ്റിട്ട് കാശ് കിട്ടിയതായിട്ട്. അയ്യോ, നീ രേണു എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലാണ് ഈ നാട്ടിലോട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ നിന്നെ ആര് കാണുമായിരുന്നു? ഏതെങ്കിലും പട്ടിക്കുഞ്ഞെങ്കിലും തിരിഞ്ഞു നോക്കുമായിരുന്നു? ഇല്ല. ആ പേരിന്റെ അപ്പുറത്ത് സുധി എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നിന്റെ അക്കൗണ്ടിൽ 10 രൂപ വീണിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് കിട്ടിയ പൈസയാണ്. അത് ആദ്യം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അത് പബ്ലിക്കായിട്ട് സമ്മതിക്കാൻ പറ്റത്തില്ല. എൻ്റെ കരിയർ, എൻ്റെ ആക്ടിങ് സ്കിൽസ് കൊണ്ടാണ് ഇതെല്ലാം കിട്ടുന്നത് എന്നുള്ള വിചാരമായിരിക്കും. ചിലപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ കിട്ടുന്നത് ഈ സ്കില്ല് കൊണ്ട് തന്നെ. അതില്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സ്കില്ലിലേക്ക് എത്താനായിട്ട് ഒരു വഴി വന്നല്ലോ. ആ പാത്ത് വെട്ടിയത് ആ ഒരു പേര് തന്നെ അവസാനമുള്ള. എന്റെ അക്കൗണ്ടിൽ നിന്ന് വരെ അങ്ങനെ ഒരു കാശ് വന്നിട്ടില്ല. അങ്ങനെയല്ല, വിൽക്കുക എന്ന സെൻസ് സുധിച്ചേട്ടാ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ലല്ലോ. അതായത് സാധനമൊന്നുമല്ല. ഞാൻ പറയുന്ന അദ്ദേഹത്തിന്റെ പേര്, അതായത് രേണു സുധി എന്ന് പറയുമ്പോൾ സുധി എന്ന പേര് അല്ലെങ്കിൽ സുധിച്ചേട്ടന്റെ വൈഫ് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ താങ്കൾ അത് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ലക്ഷ്മി നക്ഷത്രം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുധിച്ചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ടാണ് പുള്ളിക്കാരത്തിൽ സെന്റിമെന്റ്സ് ഒക്കെ ആയിട്ട് ആദ്യ കാലങ്ങളിൽ താങ്കളിലേക്ക് വരികയും താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയപ്പെടുന്ന അദ്ദേഹത്തിന്റെ പെർഫ്യൂംസ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തുണ്ടാക്കാൻ ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ്? രേണു ആയതുകൊണ്ടല്ല, രേണു എന്ന വ്യക്തിയെ കണ്ടിട്ടല്ല, സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ടാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്. സുധി എന്ന ആ ഒരു പേര്, സുധി, ആ പേരിനെ താങ്കളുടെ ഏതെങ്കിലും ഒരു പോയിന്റിലൊക്കെ മാർക്കറ്റ് ചെയ്തിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്.
ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഒരിക്കലും മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. Okay. കാരണം ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. സുചേട്ടന്റെ പേര് വിറ്റിട്ട് ജീവിച്ചെന്ന് എനിക്ക് അത് തോന്നുന്നില്ല. നിങ്ങൾക്ക് തോന്നണ്ട, കാണുന്നത് നമുക്ക് തോന്നുന്നുണ്ട് ഏത് രീതിയിലാണ് വിൽക്കുന്നത്, ഏത് രീതിയിലാണ് ചെയ്യുന്നത്. മാക്സിമം നെഗറ്റിവിറ്റി കൊണ്ടുവരിക, കിട്ടുന്ന മില്യൺസിന്റെ വ്യൂസ് എല്ലാം എനിക്ക് കിട്ടുന്ന ആരാധക പിന്തുണയാണെന്ന് വിശ്വസിക്കുക, അതിൽ ഉയർച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോവുക. അവർക്ക് അവരുടെ കാര്യങ്ങളും അവരുടെ ജീവിത രീതി മാത്രം നോക്കി മുന്നോട്ട് പോയാൽ മതിയായിരിക്കും. പക്ഷേ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പറഞ്ഞല്ലോ, എനിക്ക് ആ പിള്ളേരുടെ കാര്യവും വളർന്നു വരുന്ന ചെറുക്കന്റെ കാര്യവും ഇവരൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ടും അവർ ഈ സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് വൾഗാരിറ്റി കാണും. കാരണം നമുക്കറിയാലോ ഈ ആൾക്കാർ ഏത് രീതിയിലുള്ള കമന്റ്സ് ആയിരിക്കും ഇടുന്നതെന്നുള്ളത്. അതിനകത്ത് ഇച്ചിരി മനക്കെട്ടിയൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് വായിക്കാനും കാണാനും എടുക്കാനും ഒക്കെ. അപ്പൊ അത്തരത്തിലൊരു ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവർ വീണ്ടും ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമാണ് എനിക്ക് ഈ പ്രാങ്ക് എന്ന് പറഞ്ഞ് ഇവർ കാണിച്ച അസംബന്ധ പരിപാടിയിലൂടെയും അതിനുശേഷം സംസാരിച്ച കാര്യത്തിലൂടെയും എല്ലാം മനസ്സിലാവുന്നത്.